കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ചിലരെങ്കിലും എന്തെങ്കിലും മാനസിക സംഘർഷത്തോടുകൂടി ആയിരിക്കുമല്ലോ ഈ പ്രഭാതത്തെ വരവേറ്റത്. കഴിഞ്ഞ രാത്രിയിൽ വേണ്ടത്ര ഉറങ്ങാത്തവർ ഉണ്ട് ഈ കൂട്ടത്തിൽ. നമ്മൾ ഉറങ്ങാതിരുന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കിയാൽ നമുക്ക് പ്രശ്നത്തിൽ നിന്നും പരിഹാരം ലഭിക്കുമോ? ഇന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഭയപ്പെടുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്തു. ഓർത്തു നോക്കിക്കേ, അതൊക്കെ അത്ഭുതമായി തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ധൈര്യമായിരിക്കുക. സർവശക്തനായ ദൈവം അത്ഭുതം ചെയ്യാതിരിക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം മറ്റാരിലേക്കും പകരരുത്. നമ്മൾ മ്ലാനമായിട്ടും ദുഃഖത്തോടെയുമൊക്കെ ഇരിക്കുമ്പോൾ അത് കാണുന്നവർക്കും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യം വായിക്കട്ടെ. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ മുഖത്ത് ഒരു ചുളിവ് വീണാൽ കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ഭാരം കുറഞ്ഞ് നമ്മൾ ക്ഷീണിച്ചു പോയാലും മറ്റൊരാൾക്ക് വേഗത്തിൽ മനസ്സിലാകും. എന്നാൽ ഒരാളുടെ മനോവ്യസനം അത്ര പെട്ടെന്നൊന്നും മറ്റൊരാൾക്ക് തിരിച്ചറിയുക സാധ്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങൾ ഏതു നിലയിലുള്ള മാനസിക സംഘർഷത്തിലാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും രോഗമോ സാമ്പത്തിക തകർച്ചയോ, പ്രതീക്ഷിച്ച സമയത്ത് മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ നല്ല ജോലി ലഭിക്കാത്തത്, ബിസിനസ്സിൽ പെട്ടെന്നുണ്ടായ തകർച്ച തുടങ്ങി അനവധി വിഷയങ്ങളുണ്ട് മനുഷ്യൻ്റെ മനസ്സ് ക്ഷീണിക്കാൻ. ഏതു നിലയിലുള്ള തകർച്ചയാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് വെറുമൊരു സമാശ്വാസമല്ല കേട്ടോ. 147-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും സുവിശേഷകന്മാരാണെങ്കിലും ഇവർക്കൊക്കെയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ മാനസിക ഭാരങ്ങളുണ്ടാവാം. എന്നാൽ അതൊക്കെ ഒരു പരിധിവരെ നിങ്ങളെ അറിയിക്കാതെയാണ് അവർ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. മറ്റാരെയും അറിയിക്കേണ്ട എന്ന് വെച്ച് നിങ്ങൾ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും ചടങ്ങിനോ മറ്റോ പോകുമ്പോൾ, ആവുന്നിടത്തോളം നിങ്ങളുടെ മനസ്സിൻ്റെ വേദന ആരെയും അറിയിക്കാതിരിക്കാനാണ് ശ്രമിക്കുക. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ആഭരണങ്ങൾ ധരിച്ച്, മുഖമൊക്കെ നല്ലോണം മിനുക്കി സന്തോഷം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ആ പൊതുവേദിയിലെത്തിയത്. നിങ്ങളെ കണ്ടപ്പോൾ ചിലർ ചോദിച്ചു കാണും, ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, നല്ലോണം ഒരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത്, സുന്ദരിയായിരിക്കുന്നല്ലോ, സുന്ദരനായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കാണും. എന്നാൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന വേദനകൾ അവർക്കറിയില്ല. അതെ, നിങ്ങളുടെ മനസ്സിൻ്റെ തകർച്ച നിങ്ങൾ മറ്റൊരാളെ കാണിച്ചില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്: മനം തകർന്നവരെ സൗഖ്യമാക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗഖ്യമാക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മുറിവുകളെ കെട്ടും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അവനത് കഴിയും, അവനത് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് മുറിവുകളെ കെട്ടും എന്ന് ഉറപ്പു തരുന്നത്. മറ്റൊരാൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എന്തെങ്കിലും വ്യഥകളായിരിക്കാം നിങ്ങൾക്ക് മനസ്സിൻ്റെ മുറിവായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആര് വിചാരിച്ചാലും പരിഹാരമില്ലാത്ത പ്രശ്നത്തിലായി പോയല്ലോ ഞാനെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ പ്രിയരെ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഏത് പരീക്ഷയോടുകൂടെയും ഒരു പോക്കുവഴി ദൈവം വെച്ചിട്ടുണ്ട്. വല്ലാത്ത മനോവ്യസനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു നല്ല വാക്കിനെങ്കിലും നിങ്ങൾ കൊതിച്ചിട്ടുണ്ട്. പലപ്പോഴും മനസ്സ് തകർന്നു പോകുന്ന വേദനയിലൂടെ കടന്നുപോയപ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടി നിങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറിവാക്യമായി വായിച്ചതുപോലെ ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. അതെ, ഒരു നല്ല വാക്കിനു വേണ്ടി കൊതിച്ചുവെങ്കിൽ തെറ്റല്ല. ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നോ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്നോ വിചാരിച്ചിരിക്കുന്ന ആൾ നിങ്ങൾ നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലായിരിക്കാം. അവരും അവരിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ലോണം ഒരുങ്ങി വന്നിരിക്കുന്നത്. ചിലരൊക്കെ ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വർത്തമാനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് അവരുടെ മനോവ്യസനം മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. അവർക്ക് കഴിയാതെ പോകുന്നു. അഭിനയിക്കാൻ അറിയാത്തവരാണവർ. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളോ ഭാര്യയോ ഭർത്താവോ അമ്മയോ അപ്പനോ ആരുമായിക്കൊള്ളട്ടെ, അവരോടൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾ പറയേണ്ടി വന്നിട്ടില്ലേ? ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത നിലകളിൽ അല്പം മാനസിക ഭാരത്തിലാണ് ഞാൻ. കുറേ സമയം ഞാനൊന്ന് തനിയെ ഇരുന്നോട്ടെ,
തിരുവചനം നമുക്ക് തരുന്ന മറ്റൊരു ഉറപ്പുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് പോലെ വെറും വാക്കല്ല കേട്ടോ. ഒരു മനുഷ്യന് പോലും സഹിച്ചുകൂടാത്ത അതിവേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് കാൽവരി ക്രൂശിൽ പിടയുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. കടിച്ചമർത്തിയ വേദന പുറത്തു വന്നത് നിലവിളി ശബ്ദത്തോടെയാണ്. എന്നാൽ ആ സമയത്തും എന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരുവൻ മാനസാന്തര അനുഭവം പ്രാപിച്ചിട്ട് നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞില്ല ഞാൻ വേദനിക്കുന്നു, ഇപ്പോൾ സമയമില്ല, അങ്ങനൊന്നുമല്ല പറഞ്ഞത്. കർത്താവ് ഉടൻ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. നിങ്ങളുടെ എല്ലാ വേദനകൾക്കും പരിഹാരമുണ്ട്. ഒട്ടും മനസ്സ് പതരണ്ട. ഈ 2025 ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരും. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ വേദനകൾ ചുമക്കാനെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.